മറ്റൊരു ചോദ്യം ഷുഗർ രോഗികൾക്ക് റമദാനുമായി ബന്ധപ്പെട്ടാണ്. റമദാനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത്. ഈ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള ഷോർട്ട് ഡ്യൂറേഷൻ ഡ്രൈ ഫാസ്റ്റിംഗ് പൊതുവിൽ ആരോഗ്യത്തിന് ഗുണകരമാണെങ്കിലും ഡയബറ്റിക് പേഷ്യൻസ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കതിനെ എളുപ്പത്തിൽ പറഞ്ഞാൽ ഒരു 4 പോയിൻ്റായിട്ട് പറയാൻ കഴിയും. ഒന്നാമതായിട്ട് ഹൈഡ്രേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. പൊതുവിൽ ഡയബറ്റിക് പേഷ്യൻസിലും ദീർഘകാലം ഷുഗർ രോഗികൾക്ക് കിഡ്നിയെ ബാധിക്കുന്ന ഡയബറ്റിക് കിഡ്നി ഡിസീസ് വരുന്ന അവസ്ഥകളിലും നോമ്പുകാരായിരിക്കെ നിർജ്ജലീകരണം വളരെ സാധാരണയായി കണ്ടുവരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ടത് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഹൈഡ്രേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് ഡോക്ടറായി ഡിസ്കസ് ചെയ്ത് അവർ നോമ്പ് പിടിക്കാൻ പ്രാപ്തരാണോ എന്ന് ഉറപ്പുവരുത്തണം. ശേഷം ഡീഹൈഡ്രേഷൻ്റെ പ്രിവെൻഷൻ്റെ ഭാഗമായിട്ട് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യണം. രണ്ടാമത്തെ വിഷയം ഭക്ഷണങ്ങളിലെ തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ ഒരു കൾച്ചറിൽ ഒരുപാട് സ്വീറ്റ് ഫുഡ്സും ഫ്രൂട്ട് ജ്യൂസസും ഫ്രൈഡ് ഐറ്റംസൊക്കെ കഴിക്കാറുണ്ട്. എപ്പോഴും ഒരു ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഭക്ഷണങ്ങളുടെ തിരഞ്ഞെടുപ്പാകും ഷുഗറിൻ്റെ കാര്യക്ഷമമായ നിയന്ത്രണത്തിന് ഏറ്റവും നന്നാവുക. നമ്മളീ കഴിക്കുന്ന പൊരിച്ച സ്വീറ്റ്സും സ്നാക്സും സ്വീറ്റ്സും ഒക്കെ ഒരു ലോ GI ഓൾട്ടർനേറ്റീവിലേക്ക് സ്വാപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ലോഞ്ചിറ്റിവിറ്റി ഷുഗർ കൺട്രോളിൻ്റെ വിഷയത്തിൽ നമുക്കുണ്ടാകും. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ ഡയബറ്റിക് ആയിട്ടുള്ള രോഗികൾ അവർക്ക് തീവ്രമായ ക്ഷീണം അനുഭവപ്പെട്ടാൽ അവർ ഷുഗർ നോക്കാൻ വിമുഖത കാണിക്കരുത്. ഷുഗർ നോക്കി ഷുഗർ ഹൈപ്പോഗ്ലൈസീമിയ അഥവാ ഷുഗർ നോർമാലിറ്റിയിൽ നിന്നും താഴെ പോകുന്ന അവസ്ഥ ഉണ്ടായാൽ അവർ ഉടനടി നോമ്പ് മുറിച്ച് ആരോഗ്യ സഹായം തേടേണ്ടതാണ്. നാലാമത്തെ വിഷയം, റമദാനിന് മുന്നേയും ശേഷവും പ്രീ ആൻഡ് പോസ്റ്റ് റമദാൻ ചെക്കപ്പ് നടത്തണം. നമ്മുടെ മരുന്നുകളിലും ഇൻസുലിനുകളിലും വ്യത്യാസപ്പെടുത്തേണ്ടതിന് ഡോക്ടറെ സമീപിക്കണം. കൃത്യമായ ആരോഗ്യ നിർദ്ദേശങ്ങൾ പാലിക്കണം.